സ്വാഗതം. ടാരോ കാർഡുകൾ ഇഷ്ടമുള്ള വ്യക്തിയാണോ? എങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ താങ്കളെ ഒരു പുതിയ ടാരോ കാർഡ് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ ടാരോ കാർഡിന്റെ പേര് കോസി വിച്ച് ടാരോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കാർഡുകൾ ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ടാരോ വായിക്കാൻ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് എന്ന് പറയുന്ന ഡെക്കാണ്. ഈ ഡെക്കിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് വളരെ ട്രഡീഷണൽ ആണ്. ഇതിലെ ചിത്രങ്ങൾ ട്രഡീഷണലുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ അധികം സമയമില്ല, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ പോയി നമുക്ക് ടാരോ പഠിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കാർഡുകൾ കണ്ട് അർത്ഥം മനസ്സിലാക്കണമെന്നുള്ളവർക്ക് വളരെ ആധുനിക ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കോസി വൈറ്റ് വിച്ച് ടാരോ ഡെക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്ന് വന്നിട്ടുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വാർത്ത താങ്കളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ കാർഡുകൾ, എങ്ങനെയാണ് ഇതിലെ ചിത്രങ്ങൾ വരുന്നത്, എങ്ങനെയാണ് വെച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ്. ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ട് ടാരോ എന്ന് പറയുന്ന ഫീൽഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ ടാരോ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വ്യക്തതയോടെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നു. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വെബിനാറിൽ പങ്കെടുക്കാം. ഐ എം ഓൾസോ എൻ ഓത്തർ ഓഫ് എ ബുക്ക്. ഇനി എളുപ്പത്തിൽ ടാരോ പഠിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ബുക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകളിലേക്ക് കിടക്കാം. അപ്പോൾ ടാരോ കാർഡുകൾ എന്താണ് എന്ന് അറിയില്ലെങ്കിൽ, പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായി വർക്ക് ചെയ്യുന്ന കാർഡുകളാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ 5 ഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത്, നമ്മളെ നിർമ്മിച്ചിരിക്കുന്നു. ഈ ഊർജങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ പ്രവൃത്തിനെയും ബാധിക്കും. ഇതിലെ 4 ഊർജങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് അഗ്നി, നമ്മുടെ പാഷൻ; 2 ജലം, നമ്മുടെ വികാരങ്ങൾ; 3 വായു, നമ്മുടെ ബുദ്ധിശക്തി; 4 ഭൂമി എന്ന് പറയും, അത് ധനം, ആരോഗ്യം, പിന്നെ കരിയർ എന്നെല്ലാം പറയും. പിന്നൊരു ഊർജ്ജമുണ്ട് പഞ്ചഭൂതത്തിൽ, അത് ആകാശം എന്ന് പറയും. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അത് നമ്മുടെ സ്പിരിച്വൽ ലെസൺ ആണെന്ന് പറയും. ഈ ഊർജ്ജങ്ങളെ നമുക്ക് ചിത്രാത്മകമായി പ്രതിനിധീകരിച്ചാൽ അവയാണ് നമ്മൾ ടാരോ കാർഡുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, വെള്ള വെളിച്ചത്തിൽ 7 നിറങ്ങളുണ്ട്. വിബ്ജിയോ, അത് നമുക്ക് 7 നിറങ്ങൾ വരച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ 78 ഊർജ്ജങ്ങളാവുമ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് ചിത്രങ്ങൾ വരുന്നത്. ചിത്രങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ കാർഡിലെ ചിത്രങ്ങൾ വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാർഡാണ്. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് 500 രൂപയുടെ താഴെ വന്നുള്ളൂ. ഒറിജിനലിന് 1000-ലധികം വിലയുണ്ട്. അതിലൊരു ഗൈഡ് ബുക്ക് വരും. ഇത് ഗൈഡ് ബുക്കില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ ആയിരിക്കണം. എന്തായാലും കുഴപ്പമില്ല. കാർഡുകൾ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ബാക്ക് സൈഡ് ഇതാണ്. മനോഹരമായിട്ടുള്ള കാർഡുകളാണ് ഇതിൽ എന്ന് തന്നെ പറയണം. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമ്മൾ ഒരു റൈഡർ ആൻഡ് വൈറ്റ് വെച്ച് ഡെക്ക് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാട്ടിലും ചെറുതാണ് സത്യത്തിൽ. പക്ഷേ ഇത് നല്ല സ്മൂത്താണ് എന്ന് പറയാതെ വയ്യ. ഇതിലെ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് മേജർ അർക്കാനയിൽ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ഇതിൽ ചിത്രത്തിൽ വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ നോക്കിയാൽ ഒരു മിററിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വനിതേനെയാണ് കാണുന്നത്. ഇതിൽ എല്ലാത്തിലും ഒരു മെസ്സേജ് ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൽ നമ്മൾ പറയുന്നത് ടേക്ക് എ ചാൻസ് ഫോർ ഈച്ച് മോർണിംഗ് ഈസ് എ ന്യൂ ബിഗിനിങ്. സാധാരണ ടാരോ കാർഡിൽ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവാറില്ല. ജസ്റ്റ് ഒരു കാർഡും ഒരു ഇതും മാത്രമേ കാണുള്ളൂ. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിലൊരു സന്ദേശമുണ്ട്, ഒരു ഒറക്കൽ കാർഡ് മാതിരി എന്നുള്ളതാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ്. യു ഹാവ് എവറിഥിങ് യു നീഡ്, സോ ഡു എനിത്തിങ് യു വാണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഇതിലും ഒരു നമുക്കറിയാം, ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചിത്രമാണ്. ഒരു ബെഡിലിരുന്ന് എന്താ പറയുക, ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു വനിതയാണ്. നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് എംപ്രസ് എന്ന് പറയും. എംപ്രസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാർഡാണ്. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ഇതിലും ഒരു വനിതയാണ് കാണുന്നത്. ദർ ഈസ് ബ്യൂട്ടി ടു ബി ഫൗണ്ട് ഇൻ എവറി എക്സ്പീരിയൻസ്. അതായത് എല്ലാ അനുഭവത്തിലും സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നു. സന്ദേശങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടുത്തിയത്. ദി എംപറർ എന്ന് പറയുന്ന മറ്റ് സാധാരണ ടാരോ കാർഡിൽ നമുക്കൊരു ഒരു രാജാവിനെയാണ് കാണുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു വനിത തന്നെയാണ്. എല്ലാ കാർഡിലും വനിതകളാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്നത്. അത് പലതരം വനിതകളുണ്ട്, പല സംസ്കാരങ്ങളുള്ള വനിതകളുണ്ട്. അപ്പോൾ ഇതാണ് കാർഡ് വരുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ ഓവർവ്യൂ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് സ്പിരിച്വൽ ലെസൺസ് എന്ന് പറയുന്ന കാർഡ്. ഇത് ഹീറോഫൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ മനോഹരമായിട്ടുള്ള കാർഡ് തന്നെയാണ്. ഒരു ഫാർമസിയിൽ വന്ന് 2 കുട്ടികളും മരുന്ന് ചോദിക്കുന്ന ഒരു കാർഡാണ്. ട്രഡീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഡസൻ ഹാവ് ടു ബി എവറിഥിങ്. അതായത് പാരമ്പര്യം പ്രധാനമാണ്, പക്ഷെ അത് തന്നെ എല്ലാം ആവണമെന്നില്ല എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. സാധാരണ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡിൽ ആദവും ഈവുമാണ് നിൽക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ ചില കാർഡുകളിൽ ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഈ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഡോണ്ട് ഫീൽ ബാഡ്.
അപ്പോൾ വിൽ യു ഓർ വോണ്ട് യു, ദ ചോയ്സ് ഈസ് യുവേഴ്സ് എന്നുള്ളതാണ്. വേണമോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. സാധാരണ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡ് ഒരു രഥമാണ് കാണുന്നെങ്കിൽ ഇവിടെ സൈക്കിൾ ചവിട്ടുന്ന ഒരു വനിതേനെയാണ് കാണുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ്. ഇത് മനോഹരമായിട്ടുള്ള കാർഡാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് അടുത്തൊരു കാർഡ്. ഗുഡ് ലക്ക് ചാം എന്ന് പറയും, മറ്റേത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതിന് പകരം ഇത് വേറെ കാർഡാണ് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഒരു ലൈഫിൽ, അതായത് ഒരു ലാപ്ടോപ്പിന് മുന്നിലിരിക്കുന്ന അതാണ് സ്റ്റിക്ക് ടു യുവർ ട്രൂത്ത്, നിങ്ങളുടെ ഇതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്നതിന് പകരം ദ പേഷ്യൻ വിച്ച് എന്ന് പറയുന്ന കാർഡാണ്. അതായത് കമന്ന് കിടന്നുകൊണ്ട് വേറെ ആംഗിളിൽ നോക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിലെ ചിത്രങ്ങൾ വളരെ മനോഹരമാണ്. ഇതിൻ്റെ താഴെയുള്ള മെസ്സേജ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റേതിൽ ഡെത്ത് എന്ന് പറയുന്ന കാർഡ്, ഇതിൽ ബ്രൂം എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇത് വൃത്തിയാക്കൂ എന്നാണ് ഈ കാർഡിലെ സന്ദേശം വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ടെമ്പറൻസ് എന്നുള്ള കാർഡ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡെവിൾ എന്ന് പറയുന്ന കാർഡിന് പകരം ടോക്സിക് വിച്ചസ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എനർജി വലിച്ചെടുക്കുന്ന ആളുകളെയാണ് ടോക്സിക് പീപ്പിൾ എന്ന് പറയുന്നത്. അതിനെയാണ് ഈ കാർഡിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടവർ എന്ന് പറയുന്ന കാർഡാണ്. ഇതിൽ ടവർ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ്. റെഡി ആയിരിക്കും, അതായത് പുറത്ത് കാറ്റും കോള് പഠിക്കുന്നുണ്ട്, തയ്യാറായിരിക്കും എന്നാണ് പറയുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷയോട് കൂടി ഒരു ആകാശത്തെ ഒരു നക്ഷത്രത്തെ നോക്കി വിഷ് ചെയ്യുന്നൊരു കാർഡാണ്. ഇത് മൂൺ എന്ന് പറയുന്ന കാർഡാണ്. വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. അതായത് സമയമെടുക്കുക സ്വന്തം ഇതിനു വേണ്ടി എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. സൺ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡ് തന്നെയാണ്. ഗിവ് യുവർ സെൽഫ് പെർമിഷൻ ടു എക്സ്പീരിയൻസ് ജോയ്. പിന്നെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ആ വുമൺ മാറി ബ്ലാക്ക് വുമണായി എന്ന് കണ്ടറിയാൻ പറ്റും. ഇതിൽ പറയുന്നത് ഓൾ ദ സൈൻസ് സേ ദാറ്റ് യു ആർ എക്സാക്ട്ലി വെൻ യു ആർ സപ്പോസ് ടു ബി. അതായത് എന്താണോ ഇതെന്ന് അത് തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നു. പിന്നെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് എന്താ പറയുക, ഇനി സെലിബ്രേറ്റ് യുവർ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാർഡുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പലപ്പോഴും നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ടാരോയിലേക്ക് വരുമ്പോൾ അതിലെ ചേരുന്ന ചില ചിത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എന്താ പറയുക, ട്രെയിനിങ് വേണ്ടി വരും. ഇതിന് ട്രെയിനിങ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പൊതുവെ ടാരോ അറിയുന്നവർക്കാണ് ഇത് കണക്ട് ആവാൻ പറ്റുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എന്താ പറയുക, ഒരു പുതുമ നൽകാൻ ഈ കാർഡുകൾക്ക് കഴിയുന്നുണ്ട്. ഇതാണ് മേജർ ആർക്കാന കാർഡുകൾ എന്ന് പറയുന്ന കാർഡുകൾ വരുന്നത്. ഇനി ഞാൻ മൈനർ ആർക്കാന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 സെക്കൻഡ്. സാധാരണ വാണ്ടുകളിലാണ് തുടങ്ങുന്നത്, പക്ഷേ ഇതിൽ കപ്പുകളിലാണ് തുടങ്ങിയിട്ടുള്ളത്. കുഴപ്പമില്ല. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണിത്. ഇത് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ്, 3 ഓഫ് കപ്സ്. ഇത് എല്ലാം നിത്യജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാർഡ് ചിത്രങ്ങളാണ് എന്നുള്ളതാണ് എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. 5 ഓഫ് കപ്സ്, അതായത് നഷ്ടപ്പെട്ട ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന സന്ദേശമാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഈ കാർഡാണ്, വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ചോയ്സിൻ്റെ കാർഡുകളാണ്. മറ്റേതിൽ കുറച്ചുകൂടി ഒരു ഭീകരമായിട്ടുള്ള ചിത്രമാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ചിത്രമാണ്. 9 ഓഫ് കപ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാർഡാണ്. 10 ഓഫ് കപ്സ്, അതായത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്യാനും നല്ല ഇൻറ്റ്യൂഷനുള്ള ആളുകൾക്ക് എന്താ പറയുക, ഇത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ്, കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ്. അപ്പോൾ ഈ കാർഡുകളിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, ഇതിലെ ചിത്രങ്ങൾ വളരെയധികം എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ മറ്റേതിൽ കുറച്ചൊരു സിംബോളിക് വിസ്റ്റം വേണമെങ്കിൽ ഇതിൽ അത്രയ്ക്കും ഒരു സിംബോളിക് ആയിട്ടുള്ള വിസ്റ്റം ആവശ്യമില്ല എന്നുള്ളതാണ് ഈ കാർഡുകളെ നമുക്ക് എന്താ പറയുന്നത് വ്യത്യസ്തമാക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വരുന്ന ഊർജ്ജം എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഊർജ്ജമാണ്. അത് പെൻറ്റക്കിൾസ് എന്ന് പറയും. ഞാനത് പെട്ടെന്ന് വെച്ച് പോവാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 4, 5 മറ്റേതിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ചിത്രമാണ്, പക്ഷേ ഇതിൽ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള ഇമേജ് ആണ്. ഇത് 6 ഓഫ് പെൻറ്റക്കിൾസ്, 7, 8 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്. ശരിക്കും മറ്റേതിൽ കുറച്ചുകൂടി പോസിറ്റീവ് ഇതാണ്. ഇതിൽ കുറച്ച് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ അടുത്ത എനർജി എന്ന് പറയുന്നത് വായുവിൻ്റെ ആണ്. വായു എന്നുള്ളത് എപ്പോഴും നമ്മളൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക വാളിൻ്റെ ചിത്രത്തിലാണ്. ഇത് ഏസ് ഓഫ് സോട്ട്സ് എന്ന് പറയും. 2 ഓഫ് സോട്ട്സ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ നിൽക്കുന്ന. 3 ഓഫ് സോട്ട്സിൽ മറ്റേതിൽ എന്താ പറയുക 3 ഹൃദയത്തിലൂടെ കയറുന്ന മുള്ളാണെങ്കിൽ ഇത് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു വനിത തന്നെയാണ് കാണുന്നത്. 4 ഓഫ് സോട്ട്സ്, 5 ഓഫ് സോട്ട്സ്, 6 ഓഫ് സോട്ട്സ്, 7, 8, ഇതൊക്കെ വളരെ മറ്റേതിനേക്കാൾ മനോഹരമാണ്. 9 ഓഫ് സോട്ട്സ്, 10 ഓഫ് സോട്ട്സിൽ മറ്റേതിൽ ഒരു മരിച്ചു കിടക്കുന്ന ഒരാളുടെ പടമാണ്, പക്ഷേ ഇതിൽ കുറേ കൂടി പോസിറ്റീവ് ഇമേജ് ആണ്. പേജ് ഓഫ് സോട്ട്സ്, നൈറ്റ് ഓഫ് സോട്ട്സ്, ക്വീൻ ആൻഡ് കിങ്. ഈവൻ കിങ് എന്ന് പറയുമ്പോഴും ഒരു വനിതയുടെ ഇമേജ് തന്നെയാണ് വരുന്നത്.
ഇനി ലാസ്റ്റ് എനർജി ഇതിൽ വരുന്ന വാണ്ടുകളാണ്. വാണ്ടുകൾ ഫയർ എന്ന് പറയുന്ന എനർജിയാണ്. മറ്റേതൊരു വടിയാണെങ്കിൽ ഇതിൽ മെഴുകുതിരിയാണ്. എയ്സ്, 2, 3 ഓഫ് വാണ്ട്സ്, 4 ഓഫ് വാണ്ട്സ്, 5 ഓഫ് വാണ്ട്സ്, 6, 7, 8, 9, 10, പേജ്, നൈറ്റ്, ക്വീൻ, കിങ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോയത് നിങ്ങൾക്ക് എന്താ പറയുക അധികം സമയം എടുക്കണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇൻ ഷോർട്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാം ഈ കാർഡുകൾ എന്ന് പറയുന്നത് നിത്യജീവിതവുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ കാര്യം വെച്ചാൽ 2023 ഇറങ്ങിയിട്ടുള്ള കാർഡുകളാണിത്, കോസി വിച്ച് ടാരോ എന്നുള്ളത്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇങ്ങനൊരു കാർഡുകളുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുണ്ട് ഇതിലെ ചിത്രങ്ങൾ. ടാരോ പഠിച്ച ആളാണ്, സ്വന്തമായിട്ട് റൈഡർ ആൻഡ് വെറ്റി ഡെക്ക് ഉണ്ടെങ്കിലും ഈ കാർഡ് വാങ്ങാവുന്നതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് ഇതിലുള്ള പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഇത് ഉപയോഗിച്ച് റീഡിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളായിട്ട് ഇത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇത് വെച്ചിട്ട് നമുക്കൊരു റീഡിങ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ റീഡിങ് എടുക്കുന്നത് എന്നുകൂടി താങ്കൾക്ക് കാണിച്ചു തരാം. വെരി ഗുഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാർഡുകൾ നന്നായിട്ട് ഷഫിൾ ചെയ്യണം. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കാർഡുകളായതുകൊണ്ട് ഇതിൽ കാർഡുകൾ ഓർഡറിൽ ഇതായി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് ഷഫിൾ ചെയ്യണം. ആദ്യമായിട്ടാണ് ഷഫിൾ ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഷഫിൾ ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഒരു റീഡിങ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം റീഡിംഗ് ആണ്, അപ്പോൾ ഞാനും ഭയങ്കര എന്താ പറയുക ക്യൂരിയസ് ആണ്. യെസ്, ഗിവ് മി എ സെക്കൻഡ്. നന്നായിട്ട് ഷഫിൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പെർഫെക്ഷൻ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഗിവ് മി എ സെക്കൻഡ്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ഷഫിൾ ആയിട്ടുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് റാൻഡമിൽ എടുക്കാം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിന് എടുക്കാം. അപ്പോൾ എന്താണ് പാസ്റ്റ് എന്ന് നമുക്ക് നോക്കാം, എന്താണ് പ്രസൻറ്റ്, എന്താണ് ഫ്യൂച്ചർ വരുന്നത്, എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത് എന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ ചിത്രങ്ങൾ വെച്ച് നോക്കാം. ആദ്യത്തെ കാർഡിൽ നമുക്ക് വരുന്നത് ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് പാസ്റ്റിൽ വന്നിട്ടുള്ളത്. പ്രസൻറ്റിൽ വന്നിട്ടുള്ളത് നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 3 എന്ന് പറയുന്ന കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ 3 ചിത്രങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബുക്കിൻ്റെ ഉള്ളിലിരുന്ന് എന്താ പറയുക കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പഠനത്തിൻ്റെ കാർഡാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട്, സ്റ്റാർ എന്ന് പറയുന്നത്. ഈ പ്രതീക്ഷ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ ഈ പഠനവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും പുറത്തേക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ആ വഴിയിൽ നടക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിങ്ങുകൾ കണ്ടാൽ മനസ്സിലായി, സാധാരണ നിന്നും വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓക്കെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠം മുൻപത്തെ ഒരു പ്രതീക്ഷയുടെ നിന്നാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇയാൾ ഇങ്ങോട്ട് നോക്കുന്നു, ഇവരിങ്ങോട്ട് നോക്കുന്നു ഭാവിയിലേക്ക്. ഇവിടെയും സ്റ്റാർ ഉണ്ടായിരുന്നു, ഇവിടെയും സ്റ്റാർ ഉണ്ട്. അപ്പോൾ അതായത് സ്വന്തം ഒരു ആഗ്രഹം നമ്മൾ മുൻകൂട്ടി വന്ന് ഇപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഉടൻ ഭാവിയിൽ തന്നെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയും നമ്മൾ ആ വിജയത്തിലേക്ക് എത്തുന്നതാണ് ഈ റീഡിങ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതാണ് കോസി വിച്ച് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ന് മേടിച്ചു, നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്ത് തന്നെ ഞാൻ മറ്റൊരു സ്പെഷ്യൽ കാർഡ് മേടിച്ചിട്ടുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് പോസ്റ്റ് ടാരോ എന്ന് പറയുന്നതാണ്. ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ പൂച്ചയുടെ ചിത്രമാണ്, രസകരമായിട്ട് തോന്നി. അപ്പോൾ അടുത്ത് തന്നെ ഇതിൻ്റെ റിവ്യൂ താങ്കൾക്കുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താങ്കൾ താഴെ കോമെൻറ്റ് ചെയ്താൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ വി മീറ്റ്, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.